വാട്സ്ആപ്പ് ഗേസ് ബോക്സ്മേഡിന്റെ നാസിമാണ്. റെഡ്മിയുടെ ഭാഗത്തു നിന്നും അവരുടെ ഏറ്റവും പുതിയ സീരീസ് ആയിട്ടുള്ള റെഡ്മി 13 സീരീസ് വന്നിരിക്കുകയാണ്. എന്തൊക്കെ സ്പെസിഫിക്കേഷൻസ് ആണ് റെഡ്മിയുടെ 13 സീരീസിൽ റെഡ്മി ഇത്തവണ നമുക്ക് വേണ്ടി കാത്തുവച്ചിരിക്കുന്നതെന്ന് ഡീറ്റെയിൽ ആയിട്ട് ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീഡിയോ കുറിച്ചുള്ള നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിക്കും ഉറപ്പായിട്ടും എത്തിച്ചു കൊടുക്കുക. അധികം വൈകിക്കേണ്ട, നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ലെറ്റ്സ് ഗോ. റെഡ്മിയുടെ ഇത്തവണ വന്നിരിക്കുന്ന 13 സീരീസിനെ വേറിട്ട് നിർത്തുന്നത് ഇതിന്റെ ഡിസ്പ്ലേയുടെ തിന്നായിട്ടുള്ള ബസൽസ് തന്നെയാണ്. 6.67 ഇഞ്ചിന്റെ ഫുൾ HD പ്ലസ് AMOLED ഡിസ്പ്ലേ ആണ് ഇത്തവണ നമുക്ക് റെഡ്മി 13 സീരീസിൽ തന്നിരിക്കുന്നത്. 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് നമുക്ക് വേണ്ടി തരുന്നുണ്ട്. അത് 1000 നിറ്റ്സിന്റെ പീക്ക് ബ്രൈറ്റ്നസ് നമുക്ക് വേണ്ടി റെഡ്മി ഈ ഒരു 13 സീരീസിൽ തന്നിട്ടുണ്ട്. 173.5 ഗ്രാം മാത്രമാണ് ഈ ഒരു മൊബൈൽ ഫോണിന്റെ വെയിറ്റ് എന്ന് പറയുന്നത്. വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു മൊബൈൽ ഫോൺ ആണ് റെഡ്മിയുടെ ഇത്തവണ ഇറങ്ങിയിരിക്കുന്ന 13 സീരീസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ കോറിംഗ് ഗറില്ല ഗ്ലാസ് 5ന്റെ പ്രൊട്ടക്ഷൻ തരുന്നുണ്ട്. റെഡ്മിയുടെ ഇത്തവണ വന്നിരിക്കുന്ന ഈ ഒരു 30 സീരീസിന്റെ ചിപ്സെറ്റിലേക്ക് വന്നു കഴിയുകയാണെങ്കിൽ മീഡിയാടെക്കിന്റെ ഡിമെൻസിറ്റി 6080 ചിപ്സെറ്റ് ആണ് വരുന്നത്. അത്യാവശ്യം നല്ല ഡീസന്റ് ആയിട്ടുള്ള ഒരു ചിപ്സെറ്റ് തന്നെയാണ്. പക്ഷേ ഗെയിമിംഗ് ആണ് നിങ്ങളുടെ മാനദണ്ഡം, അല്ലെങ്കിൽ ഗെയിമിംഗ് ഒക്കെ യൂസ് ചെയ്യാനാണ് നിങ്ങൾ ഈ ഒരു മൊബൈൽ ഫോൺ എടുക്കുന്നതെങ്കിൽ 6080 എന്ന് പറയുന്ന ഈ ഒരു ചിപ്സെറ്റ് വളരെ അടിപൊളിയാണെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. 40 FPS BGME നമുക്ക് ഓപ്പൺ ആയിട്ട് കളിക്കാൻ പറ്റുന്നുണ്ട്. അത്യാവശ്യം ലാഗ് ഇല്ലാതെ കാര്യങ്ങളൊക്കെ തന്നെ ഈ ഒരു മൊബൈൽ ഫോണിൽ കളിക്കാൻ സാധിക്കുന്നുണ്ട്. നോർമലി ഉള്ള ഡെയിലി യൂസേജിനും അതേപോലെ തന്നെ അത്യാവശ്യം ഒരു യൂസേജിനൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോമൻസ് വരുന്ന ഒരു ചിപ്സെറ്റ് തന്നെയാണ്. ആൻഡ്രോയിഡ് 13 ആണ് ഔട്ട് ഓഫ് ദ ബോക്സ് വരുന്നത്. 14 ആയിരുന്നാൽ കുറച്ചുകൂടി ബെറ്റർ ആയിരുന്നു. അതേപോലെ തന്നെ 14 കളർ OS ആണ് ഇതിൽ സപ്പോർട്ട് ആകുന്നത്. ഇതിന്റെ ഒരു മെമ്മറി വേരിയന്റിലേക്ക് വന്നു കഴിയുകയാണെങ്കിൽ 6GB 8GB 12GB ഇതിൽ തന്നെ 6GB പ്ലസ് 6GB വരുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, എക്സ്പാൻഡബിൾ മെമ്മറി ആണ് വരുന്നത്. അതേപോലെ തന്നെ 8+8 വരുന്നുണ്ട്. അതേപോലെ 12+8 വരുന്നുണ്ട്. ഇത് എക്സ്പാൻഡബിൾ മെമ്മറി ആണ് ഇത്തരത്തിൽ വരുന്നത്. ഇന്റർണൽ മെമ്മറി സ്റ്റാർട്ട് ചെയ്യുന്നത് 256 GB-യിലാണ്. SD കാർഡ് സ്ലോട്ട് നമുക്ക് 1 TB വരെ എക്സ്പാൻഡ് ചെയ്യാനുള്ള ഓപ്ഷനും റെഡ്മി 13 സീരീസിൽ വരുന്നുണ്ട്. റെഡ്മി 13 സീരീസിന്റെ ക്യാമറ വശത്തേക്ക് വന്നു കഴിയുകയാണെങ്കിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ് വരുന്നത്. 108 മെഗാ പിക്സലിന്റെ മെയിൻ ക്യാമറയും അതേപോലെ തന്നെ 8 മെഗാ പിക്സലിന്റെ അൾട്രാ വൈഡ് ക്യാമറയും 2 മെഗാ പിക്സലിന്റെ മാക്രോ സെൻസറുമാണ് ഈ ഒരു മൊബൈൽ ഫോണിന്റെ ക്യാമറ ഡിപ്പാർട്ട്മെന്റിൽ വരുന്നത്. മെയിൻ ക്യാമറ ഉപയോഗിച്ച് 180 30 FPS ഷൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. 16 മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറയാണ് ഈ ഒരു 30 സീരീസിൽ വരുന്നത്. ഈ ഒരു 16 മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറ ഉപയോഗിച്ച് 180 30 FPS നമുക്ക് ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. റെഡ്മി 13 സീരീസിന്റെ ബാറ്ററി കപ്പാസിറ്റിയിലേക്ക് വന്നു കഴിയുകയാണെങ്കിൽ 5000 mAh ബാറ്ററിയാണ് ഈ ഒരു മൊബൈൽ ഫോണിൽ വരുന്നത്. 33 വാട്ടിന്റെ മാക്സ് ചാർജർ സപ്പോർട്ട് വരുന്നുണ്ട്. ഓഡിയോ ഡിപ്പാർട്ട്മെന്റിലേക്ക് വന്നു കഴിയുകയാണെങ്കിൽ മോണോ സ്പീക്കർ സെറ്റപ്പ് ആണ് ഈ ഒരു മൊബൈൽ കൊടുത്തിരിക്കുന്നത്. സ്റ്റീരിയോ സ്പീക്കർ സിസ്റ്റം ആണ് വന്നിരുന്നെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കുമെന്ന് എനിക്ക് പേഴ്സണൽ ആയിട്ട് തോന്നി. 3.5mm ഒരു ഓഡിയോ ജാക്ക് ഈ ഒരു റെഡ്മി 13 സീരീസിൽ കൊണ്ടുവന്നിട്ടുണ്ട്. 3 കളർ വേരിയന്റിലാണ് ഈ ഒരു മൊബൈൽ ഫോൺ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിരിക്കുന്നത്. ആട്രിക് വൈറ്റ്, പ്രിസം ഗോൾഡ്, സ്റ്റീൽത്ത് ബ്ലാക്ക് എന്ന് പറയുന്ന 3 കളർ വേരിയന്റ് നമുക്ക് ഈ ഒരു മൊബൈൽ ഫോൺ നമുക്ക് അവൈലബിൾ ആണ്. ഇനി ഈ ഒരു മൊബൈൽ ഫോണിന്റെ പ്രൈസ് സെഗ്മെന്റിലേക്ക് വന്നു കഴിയുകയാണെങ്കിൽ 17,999 13 സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 1000 രൂപയുടെ ഒരു ഓഫർ റെഡ്മി തന്നെ തരുന്നുണ്ട്. അങ്ങനെ നമുക്ക് 16,999 രൂപയ്ക്ക് ഈ ഒരു മൊബൈൽ ഫോൺ വാങ്ങാൻ പറ്റുന്നതാണ്. റെഡ്മി ഫോണുകൾ ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ 13 സീരീസ് നല്ല രീതിയിൽ തന്നെ ഈ ഒരു 16,999 നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്നതാണ്. സ്മാർട്ട് ഫോണുകൾ വാങ്ങുന്ന നേരത്തെ വീഡിയോ ചെയ്തതിനു ശേഷം നമ്മൾ എപ്പോഴും പറയുന്ന കാര്യം തന്നെയാണ്, നിങ്ങൾക്ക് ബെറ്റർ ആണ് മാർക്കറ്റിൽ ഇതിലും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ടോ, അല്ലെങ്കിൽ ഒന്ന് കമ്പാരിസൺ ചെയ്ത് നോക്കുമ്പോൾ ബെറ്റർ ഏതാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ അതാണ് നിങ്ങൾ എടുക്കേണ്ടത്. നിങ്ങളുടെ ആവശ്യത്തിനുള്ള മൊബൈൽ ഫോൺ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് സ്പെസിഫിക്കേഷൻ ആണ് വേണ്ടത് അത്തരത്തിലുള്ള കാര്യങ്ങൾ നോക്കിയാണ് നിങ്ങൾ മൊബൈൽ ഫോൺ എടുക്കേണ്ടത്. ഒരു മൊബൈൽ ഫോൺ നല്ല ലുക്ക് ആണ് എന്നുള്ള ആ രീതിയിൽ നിങ്ങൾ പുറമേയുള്ള മോഡി കണ്ടെടുക്കരുത്. ഇതിലെ സ്പെക്ക് കാര്യങ്ങൾ, പ്രൈസ് സെഗ്മെന്റ് ഇതൊക്കെ നോക്കി നിങ്ങളുടെ ഇഷ്ടപ്രകാരം വേണം നിങ്ങൾ മൊബൈൽ ഫോൺ എടുക്കാൻ. ഏതായാലും ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിക്കും എത്തിച്ചു കൊടുക്കുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കുറിച്ചുള്ള നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിക്കും ഉറപ്പായിട്ടും എത്തിച്ചു കൊടുക്കുക. മറ്റൊരു ദിവസം നല്ലൊരു വീഡിയോയുമായി കാണുമ്പോൾ നാസ്മി സൈനിങ് ഓഫ്. താങ്ക് യു.